Parts of carbon dioxide. But it's tomato. Happy birthday. Oh my God. It's my facial. Leaves. Soil. The soil. Allah. ഓക്കെ, അപ്പോൾ നോക്കിക്കോട്ടോ, നമ്മൾ ഫോട്ടോസിന്തസിസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ആഫ്റ്റർ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസിന് ശേഷം എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇഫ് ഗ്ലൂക്കോസ് ഈസ് വാട്ട് ഓൾ പ്ലാന്റ്സ് പ്രിപ്പയർ, ദെൻ ഹൗ കുഡ് വി ഗെറ്റ് സ്റ്റാർച്ച്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ഫ്രം വെജിറ്റബിൾ ഫുഡ് ഐറ്റംസ്. മനസ്സിലായോ? അതായത് ഫോട്ടോസിന്തസിസ് കഴിഞ്ഞു, എന്തുട്ടാ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞേ? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും. ഫോട്ടോസിന്തസിസ് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഗ്ലൂക്കോസ് കഴിച്ചിട്ടുണ്ട് നിങ്ങൾ? എന്തുട്ടാ ഗ്ലൂക്കോസിൻ്റെ പ്രത്യേകത? ഗ്ലൂക്കോസ് വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. സോ വിച്ച് മീൻസ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈലി സോല്യൂബിൾ ആണ്. നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ലയിച്ചു പോകുന്ന സാധനമാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. സോ ഗ്ലൂക്കോസ് ഈസ് ഹൈലി സോല്യൂബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റിൻ്റെ ശരീരത്തിൽ ഗ്ലൂക്കോസ് അധിക നേരം വെക്കാൻ പറ്റില്ല, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നറിയോ? ഈ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും? സ്റ്റാർച്ച് ആക്കിയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. മനസ്സിലായല്ലോ? ശരിക്കും ഉണ്ടാവുന്നത് എന്താണ്? ഗ്ലൂക്കോസ് ഉണ്ടായി, പക്ഷേ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈലി സോല്യൂബിൾ ആണ്, വിച്ച് മീൻസ് പെട്ടെന്ന് തന്നെ ലയിച്ചു പോകുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് പ്ലാന്റ്സ് എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ എന്താക്കിയിട്ടാണ് മാറ്റുന്നത്? സ്റ്റാർച്ച് ആക്കിയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കിയേ, ഈസ് ഇൻ ബീനാസ് ഡൗട്ട് ജെനുവിൻ? അപ്പോൾ ബീനയുടെ ഡൗട്ടാണിത്. ഓക്കെ, what happens to the glucose formed as a result of photosynthesis? ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ശ്രദ്ധിക്കേ ഐഷ നോക്ക്. what happens to the glucose formed as a result of photosynthesis? ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടായിന്ന് പറഞ്ഞേ? ഗ്ലൂക്കോസ് ഉണ്ടായി. സോ ഗ്ലൂക്കോസ് എന്ത് സംഭവിക്കുന്നു? അനലൈസ് ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇലുസ്ട്രേഷൻ 1.5 given below. based on your analysis, prepare a note on the chemical changes of glucose in plants in the science diary. അപ്പോൾ എന്തുട്ടാന്ന് പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ. മോളുടെ പേര് എന്തായിരുന്നു? ജഹാന. ഓക്കെ, ജഹാന പറ. ഗ്ലൂക്കോസിന് എന്ത് സംഭവിക്കും? ഗ്ലൂക്കോസിന് പ്രത്യേകത എന്താ പറഞ്ഞേ? ഇറ്റ് ഈസ് ഹൈലി സോല്യൂബിൾ ആണ്. ഹൈലി സോല്യൂബിൾ ആണ്, പെട്ടെന്ന് തന്നെ ലയിച്ച് ചേരുന്നതാണ്. സോ പ്ലാന്റ്സ് എന്ത് ചെയ്യും? പ്ലാന്റ്സിൻ്റെ ശരീരത്തിൽ അധികം നേരം അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. സോ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഗ്ലൂക്കോസിന് എന്താക്കിയിട്ട് മാറ്റുന്നത്? സ്റ്റാർച്ച് ആക്കിയിട്ട് മാറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സെയിം ഞാൻ പറയുന്ന സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. സിൻസ് ഗ്ലൂക്കോസ് ഈസ് ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ ലയിച്ച് ചേരുന്നതായതുകൊണ്ട് ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ് ഇൻ പ്ലാന്റ് ബോഡി. പ്ലാന്റിൻ്റെ ശരീരത്തിൽ അധിക നേരം എന്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല? ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. therefore എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്ലാന്റ്സ് എന്ത് ചെയ്യും? പ്ലാന്റ് സ്റ്റോർ ഗ്ലൂക്കോസ് ഇൻ ദ ഫോം ഓഫ് ഇൻസോല്യൂബിൾ സ്റ്റാർച്ച് ഇൻ ലീവ്സ്. ഇൻസോല്യൂബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലയിക്കാത്ത, സോല്യൂബിൾ ആവാത്ത സ്റ്റാർച്ച് ആക്കിയിട്ട് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും? ലീഫിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പ്ലാന്റ്സ് യൂട്ടിലൈസ് സ്റ്റാർച്ച് ആസ് എ സോഴ്സ് ഓഫ് എനർജി ഫോർ ലൈഫ് ആക്ടിവിറ്റീസ് ആൻഡ് ടു പ്രിപ്പയർ സബ്സ്റ്റൻസസ് റിക്വയർഡ് ഫോർ ഗ്രോത്ത്. എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞു, എന്തുണ്ടായി? ആദ്യം ഗ്ലൂക്കോസ് ഉണ്ടായി. ഗ്ലൂക്കോസിൻ്റെ പ്രത്യേകത എന്താണ്? പ്രത്യേകത ഹൈലി സോല്യൂബിൾ ആണ്, അലിഞ്ഞു പോകുന്നതാണ്. സോ അതെന്താക്കി മാറ്റി വെച്ചു? സ്റ്റാർച്ച് ആക്കിയിട്ട് എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു? ഇലയിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. മനസ്സിലായല്ലോ? ആ ഇലയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാർച്ചാണ് പിന്നീട് പ്ലാന്റ്സിന് കുറേ പരിപാടികളില്ലേ, കുറേ വർക്കില്ലേ, ഇതിന് വളരണ്ടേ? നിങ്ങൾക്ക് തേങ്ങ തരണ്ടേ, മാങ്ങ തരണ്ടേ, ചക്കൊക്കെ തരണ്ടേ, ഐ മീൻ മരം, അതൊക്കെ തരണ്ടേ? അതൊക്കെ തരാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? ആ സ്റ്റാർച്ചാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? സോ സ്റ്റാർച്ച് ഇസ് ലേറ്റർ കൺവേർട്ടഡ് ടു, പിന്നെ സ്റ്റാർച്ച് എന്തായി മാറും? നോക്കിയേ, സ്റ്റാർച്ച് എന്തായിട്ട് മാറും? സൂക്രോസ് ആയിട്ട് മാറും. സൂക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഷുഗർ ആണ്. ഓക്കെ, ഷുഗർ കെയിനുള്ളൊരു ഭാഗമാണ്, ഷുഗർ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ആൻഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ഫ്ലോയം ടു വാരിയസ് പ്ലാന്റ് പാർട്സ് ആൻഡ് സ്റ്റോർഡ് ദർ ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ഓക്കെ, എന്താ പറഞ്ഞേ? എന്തിലൂടെ പാസ് ചെയ്ത് പോവത്? ഫ്ലോയം. നമ്മൾ 2 വെസൽസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 2 കുഴലുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൂട്ടിൽ നിന്ന് വെള്ളം പ്ലാന്റിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സൈലമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എന്താണ്? ഫ്ലോയമാണ് എന്ത് ചെയ്യുന്നത്? ഈ സൂക്രോസിനെ മറ്റുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ഈ ചോദ്യം ചോദിക്കൂട്ടാ. ഫോട്ടോസിന്തസിസ് ഉണ്ടായല്ലോ.
ഫോട്ടോസിന്തസിന്റെ ഭാഗമായിട്ട് എന്തുണ്ടായി? ഗ്ലൂക്കോസ് ഉണ്ടായി. ഗ്ലൂക്കോസിന്റെ ഭാഗമായിട്ട് സ്റ്റാർച്ച് ഉണ്ടായി. സ്റ്റാർച്ച് പിന്നീട് എന്തായി മാറി? സൂക്രോസ് ഉണ്ടായി. ആ സൂക്രോസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്, ഷുഗർ കെയിനിൽ കാണാൻ പറ്റുന്നത്. ഇനി അത് മെറ്റബോളിക് ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട് സ്റ്റാർച്ച് ട്യൂബേഴ്സിലൊക്കെ, അതായത് നമ്മുടെ ട്യൂബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ അടിയിൽ കാണപ്പെടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ അല്ലേ, അതിൽ ഉരുളക്കിഴങ്ങ്, അതിലൊക്കെ സ്വീറ്റ് പൊറ്റാറ്റോ, അതിൽ സ്റ്റാർച്ച് ഉണ്ടാവും. അതേപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ടാവും. പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗ്യൂംസിലാണ്. ലെഗ്യൂംസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പയറ് വർഗ്ഗങ്ങളൊക്കെ ഇല്ലേ, അതാണ്. അതിൽ പ്രോട്ടീൻ ഉണ്ടാവും. പിന്നെ ഓയിൽ സീഡ്സ്, എണ്ണക്കുരുകൾ, അതായത് തേങ്ങ, അതൊക്കെ തടിക്കും. ഓയിൽ സീഡ്സ്. പിന്നെ ഫ്രൂക്ടോസ് എവിടെ കാണപ്പെടുന്നത്? ഫ്രൂട്ട്സിലാണ് കാണപ്പെടുന്നത് കേട്ടോ. തടിച്ച ഇൻഡിക്കേറ്റേഴ്സ് നോക്കിക്കോ. ഇതറിയണതാ എന്തുട്ടാ? അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ. നീഡ് ഓഫ് കൺവേർട്ടിംഗ് ഗ്ലൂക്കോസ് ടു സ്റ്റാർച്ച്. എന്തിനു വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോസ് സ്റ്റാർച്ച് ആക്കി മാറ്റണം നമ്മൾ പറഞ്ഞതല്ലോ ഓൾറെഡി. ഗ്ലൂക്കോസ് ഈസ് ഹൈലി സോല്യൂബിൾ, സോ ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ് ഇൻ ദി പ്ലാന്റ് ബോഡി ഫോർ എ ലോങ് ടൈം. അപ്പോൾ അതുകൊണ്ട് ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാർച്ച്. ഓക്കെ, അത്രേ ഉള്ളൂ. സോ മെത്തേഡ്സ് ബൈ വിച്ച് പ്ലാന്റ്സ് യൂട്ടിലൈസ് സ്റ്റാർച്ച്. അപ്പോൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? മെറ്റബോളിക് ആക്ടിവിറ്റീസിനും കാര്യങ്ങൾക്കൊക്കെ സ്റ്റാർച്ച് ആവശ്യമാണ്. പിന്നെ സ്റ്റോറേജ് ഓഫ് ഫുഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റിൽ സ്റ്റോർ ചെയ്ത് വെക്കാന്ന് പറഞ്ഞില്ലേ? എവിടേക്കായിരുന്നു സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്? ട്യൂബേഴ്സിൽ, അതായത് സ്റ്റാർച്ച് ട്യൂബേഴ്സിൽ, പ്രോട്ടീൻ ലെഗ്യൂംസിൽ, ഫാറ്റ് ഓയിൽ സീഡ്സിൽ, ഫ്രൂക്ടോസ് ഫ്രൂട്ട്സിൽ. യെസ്, അതറിയാലോ. ദെൻ ഇനി ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ പിക്ചേഴ്സ്, ഒന്നാമത്തെ പിക്ചർ എന്നിട്ടാണ് കാപ്പിക്കുരുവാണ്. കാപ്പിക്കുരു എന്ന് പറഞ്ഞാൽ ദർ ആർ 2 kinds ഓഫ് വിളകൾ ഇൻ കേരള. വിളകൾ മീൻസ് ക്രോപ്സ്. ഓക്കെ, ക്രോപ്സ്. ക്യാഷ് ക്രോപ്സും ഉണ്ട്, അതേപോലെ തന്നെ ഫുഡ് ക്രോപ്സ് ഉണ്ട്. ഇതെന്ത് ക്രോപ്പാണ്? കൊക്കോ. അതെന്താ കൊക്കോ? ഇതല്ലേ കൊക്കോ അല്ലല്ലോ ഇത് കോഫി ബീനാണ്. കോഫി ബീൻ, കാപ്പിക്കുരു. യെസ്, കാപ്പിക്കുരു ദാറ്റ് ഈസ് ക്യാഷ് ക്രോപ്പാണ്. ആക്ച്വലി നമ്മൾ ഫുഡായിട്ട് കൺസ്യൂം ചെയ്യുന്ന സാധനമാണ്, പക്ഷെ അത് മെയിനായിട്ട് എന്താണ്? ക്യാഷ് ക്രോപ്പാണ്. അടുത്തത് റബ്ബർ എന്ന് പറഞ്ഞാൽ ക്യാഷ് ക്രോപ്പാണ്. അടുത്തത് പെപ്പർ, കുരുമുളക്, അത് ക്യാഷ് ക്രോപ്പാണ്. ഇതും കൊക്കോ ക്യാഷ് ക്രോപ്പാണ്. സോ ഇറ്റ് ഈസ്, അതാണ് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലൊരു കുരുണ്ട്, അതാണ് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. യെസ്. സോ നോക്കിയാൽ മോസ്റ്റ് പ്ലാന്റ് പാർട്സ് ഹാവ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഇൻ വൺ വേ ഓർ ദി അതർ. എല്ലാ സംഭവത്തിനും, എല്ലാ പ്ലാന്റിൻ്റെ ഭാഗത്തിനും ഒന്ന് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഗുണമുണ്ട്. ഇപ്പോൾ തെങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗവും ഗുണമുള്ളതല്ലേ. ഓല, തെങ്ങിൻ്റെ ഓല ആനക്ക് കൊടുക്കാം. പിന്നെ വീടുണ്ടാക്കും, ഓല വെച്ചിട്ട് ആനക്ക് തിന്നാൻ കൊടുക്കും, ആന തിന്നും. ഓലപ്പെട്ട. ഓക്കെ, അപ്പോൾ ശരിക്ക് നമ്മുടെ പ്ലാന്റിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എ വെറൈറ്റി ഓഫ് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ്. വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് എന്ന് അറിയോ? വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഐഷ അവർ വേറെ വല്ല വിചാരിക്കും സൗണ്ട് കിട്ടി നോക്ക്. അപ്പോൾ എന്താ പറഞ്ഞത്? എന്താണ്? ഓക്കെ, എന്താ പറഞ്ഞത് നമ്മൾ? വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കാപ്പി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്ത് സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൊക്കോ. ഓക്കെ, അപ്പോൾ അതിനാണ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടോ. ദ പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ദീസ് റിസോഴ്സസ് ഓപ്പൺ ഡോർസ് ടു വൈഡ് റേഞ്ച് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് കുറേ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാവും, ജോലി സാധ്യതകളുണ്ടാവും. ഓക്കെ, അപ്പോൾ ടീച്ചറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള പ്ലാന്റിൻ്റെ റിസോഴ്സും കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഓഷ്യൻ അറ്റ് പാർ വിത്ത് ലാൻഡ്. നമ്മൾ ലാൻഡിനെ കുറിച്ചിട്ടാണ് ഇത്ര നേരം പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓഷ്യനെ കുറിച്ചിട്ടാണ്. ആൻഡ് ബിഫോർ ദാറ്റ് നമ്മൾക്ക് ശ്വസിക്കാനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞെന്തായിരുന്നു ഇതിൽ? ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് കേട്ടോ ഗ്ലോബൽ വാർമിംഗ് ആണ്. ഗ്ലോബൽ വാർമിംഗ് തടയുന്നത് ആരാന്നാ പറഞ്ഞത്? ഒരു പരിധി വരെ തടയുന്നത് ആരാണ്? നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പ്ലാന്റ്സ് ആണെന്നല്ല പറഞ്ഞത്. പ്ലാന്റ്സ് എവിടെയുള്ളത്? മണ്ണിലാണോ വെള്ളത്തിലാണോ? മണ്ണിലാണ് അല്ലേ? അതാണ് ഇത്ര നേരം പറഞ്ഞത്. പക്ഷേ അതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ഓഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബ്രീഫായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നോക്കിയേ, നമ്മൾക്ക് ശ്വാസം കിട്ടുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ഇവിടെ ക്ലാസ്സിലിരിക്കുന്നുണ്ട്, വി ഗെറ്റ് ശ്വാസം ഇല്ലേ? ഓക്സിജൻ കിട്ടുന്നുണ്ട്, ഓക്സിജൻ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതുള്ള ആ ഹോൾ അടച്ചിരിക്കുക. ഓക്കെ, ശരിക്ക് ഓക്സിജൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ മരങ്ങളൊന്നും ഇല്ലല്ലോ, അധികം മരങ്ങളില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ കിട്ടുന്നുണ്ട്. വിച്ച് മീൻസ്
നമ്മൾക്ക് ആവശ്യമുള്ളതിൽ ഏകദേശം 70% 80% ഓക്സിജൻ തരുന്ന ആരാന്നറിയോ? ഓഷ്യനാണ്. ഓഷ്യനിലുള്ള സംഭവങ്ങളാണ് നമുക്ക് ഇത് തരുന്നത്. ഓഷ്യൻ എന്ന് വെച്ചാൽ സമുദ്രം. സമുദ്രത്തിൽ നിന്നാണ്. നോക്കിയേ, ഓഷ്യൻ ഈസ് ഫാർ മോർ എക്സ്റ്റെൻസീവ് ദാൻ ലാൻഡ്. ഏറ്റവും കൂടുതൽ ലാൻഡ് ആണോ ഓഷ്യൻ ആണോ നമ്മുടെ ഭൂമിയിൽ? ഓക്കെ. ഓഷ്യൻ ടു ഹാസ് എൻ അമേസിംഗ് ഡൈവേഴ്സിറ്റി ഇൻ ഇറ്റ്സ് എക്കോസിസ്റ്റം. സ്മോൾ ഓർഗാനിസംസ് ടു ദി ജയന്റ് വെയിൽസ് ലീവ് ദർ. അത് കുഞ്ഞു കുഞ്ഞു ഓർഗാനിസം മുതൽ വലിയ വലിയ വെയിൽസ് എന്നുണ്ടാ, ബ്ലൂ വെയിൽ, തിമിംഗലം, നീല തിമിംഗലം വരെ എവിടെയുണ്ട്? കടലിലുണ്ട് അല്ലെങ്കിൽ സമുദ്രത്തിലുണ്ട്. അപ്പോൾ നോക്കിയേ, ബേർഡ്സ് ആൻഡ് ആനിമൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, സൺലൈറ്റ്, പാമ്പൊക്കെ ഉണ്ടാവും വെള്ളത്തിൻ്റെ ഉള്ളിൽ. സമുദ്രമാണ്. സമുദ്രത്തിൻ്റെ ഉള്ളിൽ നോക്കിയാൽ മീനുകളൊക്കെ കണ്ടില്ലേ? ഓക്കെ. പിന്നെ ഇവിടെ ഉള്ള നോക്കിയാൽ ആൽഗ ആൻഡ് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്. ആൽഗ ഉണ്ട്, വെള്ളത്തിലുള്ള വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്, ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഉണ്ട്. ഫൈറ്റോ പ്ലാങ്ക്ടൺസ്. ഓക്കെ. അതെതാ നോക്കിക്കോ, ഓക്സിജൻ ഈസ് എസെൻഷ്യൽ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ഓർഗാനിസം. എല്ലാ ജീവികൾക്കും ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞേ? ഓക്സിജൻ വേണം. യു നോ ദാറ്റ് ഓക്സിജൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ ഈസ് ഒബ്റ്റെയിൻ ത്രൂ ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം എങ്ങനെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ്റെ അളവ് നിലനിൽക്കുന്നത്. എന്ത് വഴിയാണ്? ഒരു പേരുണ്ടല്ലോ, ഫോട്ടോസിന്തസിസ് വഴിയല്ലേ? ഫോട്ടോസിന്തസിസ് വഴിയാണെന്ന് പറഞ്ഞു. 70 മുതൽ 80% വരെ ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലേക്ക് തരുന്നത് ആരാന്നറിയോ? ആരാ? ഓഷ്യനാണ്. ഓഷ്യനിലുള്ള ആൽഗയും അതുപോലെ തന്നെ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആണ്. ആൽഗ എന്ന് വെച്ചിട്ടുണ്ടെന്നറിയോ? ആൽഗ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സസ്യം, ജലസസ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പൂപ്പൽ പോലത്തെ സാധനങ്ങളൊക്കെ അല്ലേ? അതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് ശരിക്കും ഏറ്റവും പായലും പൂപ്പലും. ഓക്കെ. അപ്പോൾ ആൽഗയും ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എത്ര ശതമാനം എന്ന് പറഞ്ഞു? 70% മുതൽ 80% വരെ ഓക്സിജൻ നമുക്ക് തരുന്നത് ഇവയാണ്. മനസ്സിലായോ? അപ്പോൾ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ എക്കോസിസ്റ്റം ആരാണെന്ന് പറഞ്ഞേ? ആൽഗ ആൻഡ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ്. ഇമ്പോർട്ടൻസ് ഓഫ് ദി ഫോട്ടോസിന്തസിസ് ഇൻ ഓഷ്യൻ. അപ്പോൾ തീർച്ചയായിട്ടും എത്ര ശതമാനം തരുന്നുണ്ട് നമുക്ക് ഓഷ്യനിൽ നിന്ന്? 70 മുതൽ 80%. സോ ഓഷ്യനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ. പക്ഷേ ഓഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കപ്പൽ ഓടിക്കുകയെന്ന് വെച്ചോ, ഓഷ്യനിൽ കൂടെ, സമുദ്രത്തിലൂടെ കപ്പൽ ഓടിക്കണം, ബോട്ട് ഓടിക്കുകയെന്ന് വെച്ചോ. ആ ബോട്ട് ഓടിക്കുന്ന സമയത്ത് അതിൽ ഇന്ധനമല്ലേ? ആ ഇന്ധനം അതിൽ കൂടെ ചോർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. കടലിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളമൊക്കെ ചീത്തയായി പോകുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെയല്ലേ തട്ടുന്നത്. അപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പോൾ എന്ത് തടയണം നമ്മൾ? ഓഷ്യൻ പൊല്യൂഷൻ ആവുന്നത് അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആവുന്നത് തടയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത് നോക്കിയാൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത് എർത്തിൻ്റെ, ഭൂമിയുടെ സമ്പത്താണെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദ സർവീസ് റെൻഡഡ് ബൈ പ്ലാന്റ്സ് ഫോർ ദി സസ്റ്റനൻസ് ഓഫ് ലിവിങ് വേൾഡ് ഈസ് യുണീക്ക്. അതായത് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സ് ചെയ്യുന്നുണ്ട്. Plants serve as the cheapest, effective and natural means of purification of the air. എയർ പ്യൂരിഫൈ ചെയ്യുന്ന ആരാ? പ്ലാന്റ്സ് ആണ്. അതായത് എയർ പ്യൂരിഫൈ ചെയ്താൽ മാക്സിമം ഓക്സിജൻ കടത്തിവിടുന്നതാണ് ആര്? പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ബൈ അബ്സോർബിങ് കാർബൺ ഡൈ ഓക്സൈഡ്. പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കും, എന്നിട്ട് പുറത്തേക്ക് എന്ത് വിടും? ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട്. പ്ലാന്റ്സ് പ്രൊവൈഡ് ഇൻവാല്യുബിൾ സർവീസ് ടു ദ ലിവിംഗ് വേൾഡ്. പ്ലാന്റ്സ് ഓൾസോ ഹാവ് എ മേജർ റോൾ ഇൻ മിറ്റിഗേഷൻ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾ ഒരു പരിധിവരെ തടയുന്നത് ആരാണ്? പ്ലാന്റ്സ് ആണ്. അപ്പോൾ നോക്കിയേ, മാൻഗ്രൂവ് ഫോറസ്റ്റ് കേട്ടിട്ടുണ്ടോ? കണ്ടൽക്കാടുകൾ. അതായത് വെള്ളമൊക്കെ കൂടില്ലേ, അല്ലെങ്കിൽ വെള്ളം. മാൻഗ്രൂവ് ഫോറസ്റ്റ് നോക്കിക്കോ, കണ്ടൽക്കാടുകൾ കേട്ടോ. കണ്ടൽക്കാടുകളാണ് എന്തിൽ നിന്ന് നമ്മളെ സഹായിക്കുന്നത്? സുനാമിയിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു പരിധിവരെ. ബാംബു ഫോറസ്റ്റ് എന്നിട്ടാ മുളങ്കാടുകൾ. പിന്നെ വെറ്റിവർ നോക്കിയേ കണ്ടോ. ഇതൊക്കെ മണ്ണൊലിപ്പും കാര്യങ്ങളൊക്കെ തടയുന്ന സാധനങ്ങളാണ് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് നമ്മുടെ റിവർ ബാങ്ക്സിൽ നദിക്കരയിലൊക്കെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. കണ്ടൽക്കാടുകൾ എന്താണെന്നറിയോ? വെള്ളത്തിനുള്ളിൽ ഉള്ള മരങ്ങളിലെയാണ് കണ്ടൽക്കാടുകൾ അല്ലെങ്കിൽ മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കിയേ, ഒരു നാച്ചുറൽ കലാമിറ്റി എന്ന് വെച്ചാൽ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ പ്രകൃതിയെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ടത്. Okay, it is not when natural calamities happen that one should think about nature conservation. Nature conservation should become part and parcel of everyone's life. നമ്മുടെ ലൈഫിലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കണം എന്തെന്ന് പറയുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് അവർ പ്ലാന്റ്സ് ഓർ എൻവയോൺമെൻറ്റ്. നേച്ചർ ഷുഡ് ബി യൂസ്ഡ് വൈസ്ലി ആൻഡ് പ്രിസർവ്ഡ് ഫോർ ദി നെക്സ്റ്റ് ജനറേഷൻ. നമ്മൾ പ്ലാന്റിനെയും അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിനെയൊക്കെ യൂസ് ചെയ്യണം, എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. എന്നിട്ട് എങ്ങോട്ട് പാസ് ചെയ്യണം? അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് ആണ്
പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. നമ്മുടെ ചോദ്യം ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? യെസ്, എന്താ പറയുന്നത്? പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. അത് ആരാണെന്നാ പറയുന്നത്? ദാറ്റ് ഈസ് ഗ്രീൻ പ്ലാന്റ്സ്. ഓക്കെ, സോ ഹെൽസ് ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ. അപ്പോൾ നേച്ചറിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നർച്ചറിങ് ഓഫ് പ്ലാന്റ് ഷുഡ് ബി കൺസിഡർഡ് ആസ് വൺസ് പ്രൈം റെസ്പോൺസിബിലിറ്റി. അപ്പോൾ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്തായിരിക്കണം? ആരിനെ സംരക്ഷിക്കണം? പ്ലാന്റിനെ സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ലെറ്റസ്റ്റ് അസസ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഏറ്റവും ആദ്യം പറഞ്ഞത് ഏറ്റവും ആദ്യം എന്താ പറഞ്ഞേ? ആദ്യം നമ്മൾ പറഞ്ഞു ഏറ്റവും ആദ്യത്തെ ടോപ്പിക് എന്തായിരുന്നു? ഗ്ലോബൽ വാർമിങ്ങിനല്ലേ. റീസൺ എന്താണ്? എന്ത് ഗ്യാസ് കൂടുന്നതെന്ന് പറഞ്ഞേ? ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്രീൻ ഹൗസ് ഗ്യാസിന് എക്സാമ്പിൾ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും മീഥൈനൊക്കെ എക്സാമ്പിൾസ് ആണ്. മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസ് ആണെന്ന് പറഞ്ഞു. ഫോട്ടോസിന്തസിസ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കിട്ടുന്ന രണ്ട് സാധനങ്ങൾ എന്തെന്ന് പറഞ്ഞു? ഓക്സിജനും ഗ്ലൂക്കോസും. ഓക്കെ, പിന്നെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ മെയിനായിട്ട് നടന്നിരുന്ന ഇതറിയാലോ, ഏതായിരുന്നു? അറ്റ്മോസ്ഫിയർ. അത് കഴിഞ്ഞിട്ട് സ്റ്റൊമാറ്റ, ഇൻസൈഡ് ദി ലീവ്സ്. അടുത്തതോ സോയിൽ, റൂട്ട്, സൈലം. ഓക്കെ, അറിയുന്നതാണ്. പിന്നെ ക്ലോറോപ്ലാസ്റ്റിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസ് രണ്ട് സെക്ഷൻസ് ഉണ്ട്. ഗ്രാനയിൽ നടക്കുന്ന ലൈറ്റ് ഫേസ്, സ്ട്രോമയിൽ നടക്കുന്ന ഡാർക്ക് ഫേസ് എന്ന് പറഞ്ഞു. ഇവിടെ ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് സ്പ്ലിറ്റ് ആവും. ഓക്സിജൻ റിലീസ് ചെയ്യും. അതിനുശേഷം ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ATPയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇവിടെ ലൈറ്റ് ഉപയോഗിക്കുന്നില്ല. എനർജി, അതായത് ATPയിലുള്ള എനർജി ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും കൂട്ടി ചേർത്തിട്ട് എന്തുണ്ടാക്കും? ഗ്ലൂക്കോസ് ഉണ്ടാക്കും. മനസ്സിലായോ? പിന്നെ അത് കണ്ടുപിടിച്ചായിരുന്നു മെൽവിൻ കാൽവിൻ. സോ ഇറ്റ് ഈസ് നോൺ ആസ് കാൽവിൻ സൈക്കിൾ. ഇറ്റ് ഈസ് എ സൈക്ലിക് പ്രോസസ്. ഇൻപുട്ട് ആയിട്ട് എന്തൊക്കെ കൊടുത്തു നമ്മൾ? CO2, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. നമുക്ക് എന്ത് കിട്ടി? ഓക്സിജൻ ആൻഡ് ഗ്ലൂക്കോസ്. യെസ്, ഗ്ലൂക്കോസിൻ്റെ പേരെന്തായിരുന്നു? C6H12O6. ഓക്കെ, പിന്നെ പറഞ്ഞു ഫോട്ടോസിന്തസിസിന് ശേഷം ഗ്ലൂക്കോസ് എന്ത് ചെയ്യില്ല? സ്റ്റോർ ചെയ്ത് വെക്കില്ല. ബിക്കോസ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഹൈലി സോല്യൂബിൾ ആണ്. സോ ഗ്ലൂക്കോസ് ആയിട്ട് വെക്കില്ല. എന്തായിട്ട് മാറ്റുന്നത്? സ്റ്റാർച്ച് ആയിട്ടാണ് മാറ്റി വയ്ക്കുന്നത്. അതിനുശേഷം അത് സൂക്രോസ് ആവും. പിന്നെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സാധനങ്ങളായിട്ട് മാറുന്നുണ്ടെന്ന് പറഞ്ഞത്. കിട്ടിയോ? പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് എന്ത് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ? എന്ത് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ? ക്യാഷ് ക്രോപ്സ് ആണ്. രണ്ട് തരത്തിലുള്ള ക്രോപ്സ് ഉള്ളത്. ക്യാഷ് ക്രോപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫുഡ് ക്രോപ്സ് ഉണ്ട്. സോ ഇതൊക്കെ ക്യാഷ് ക്രോപ്സ് ആണ്. നമ്മുടെ ഒരു പ്ലാന്റിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഏറ്റവും കൂടുതലായിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് പറഞ്ഞാൽ? ഓഷ്യനിൽ നിന്നാണ്. ദാറ്റ് ഈസ് അബൌട്ട് 70 to 80% ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ വളരെയധികം സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ സഹായിക്കുന്നതാണ് മാംഗ്രൂവ് ഫോറസ്റ്റും അതുപോലെ തന്നെ വെറ്റിവറൊക്കെ. മണ്ണൊലിപ്പും കാര്യങ്ങളൊക്കെ തടയുന്ന സംഭവങ്ങളാണ്. കിട്ടിയോ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ചോദിക്കുക. ഡൗട്ടില്ലെങ്കിൽ ചോദിക്കുക.